ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ് കടന്നുപോയത്. ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസത്തെ ജയിൽവാസം. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ദിവസങ്ങളുണ്ട്. എന്നാൽ നിരപരാധിയാണെന്ന് സ്വയം ബോധ്യമുള്ളതിനാൽ ഷീല തളർന്നില്ല. തന്നെ കള്ളക്കേസിൽ കുടുക്കിയവരെ പിടികൂടും വരെയും നിയമപോരാട്ടം തുടരാനാണ് ഷീലയുടെ തീരുമാനം. അതിനിടെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കി. ബ്യൂട്ടി പാർലർ ഉടമയെ 1 ലക്ഷം രൂപയുടെ ലഹരി മരുന്നുമായി പിടികൂടി. ചാലക്കുടിക്കാരി ഷീല സണ്ണിയുടെ ബാഗിൽ നിന്ന് കിട്ടിയത് 12 LSD സ്റ്റാമ്പുകൾ. എക്സൈസ് പത്രക്കുറിപ്പിറക്കിയത് ഇങ്ങനെ: താൻ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത നാളുകളിലൂടെ അതിനുശേഷം ഷീല സണ്ണി കടന്നുപോയത് 4 മാസം. ബന്ധുക്കളും നാട്ടുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരി എന്ന് മുദ്രകുത്തി. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മാനഹാനിയുമായപ്പോൾ ജീവിതമാകെ തകർന്നു. ഒരു സാധാരണ ജീവിച്ചു പോണ ഞാനാണ്. അങ്ങനെയുള്ള ആളാണ് ഞാൻ ഈ മയക്കുമരുന്ന് ഇതിൽ പെട്ടത്. ഇത് കാരണം എൻ്റെ ജീവിതം തന്നെ ഇപ്പം ഇല്ലാണ്ടായി. ബന്ധുക്കളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ ഞാൻ എന്തോ ഒരു അപമാനം സഹിച്ചു. കീഴ്ക്കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. ജയിലിൽ 72 ദിവസം. നിരന്തര നിയമപോരാട്ടങ്ങൾക്ക് ശേഷം ജാമ്യം. ഒടുവിൽ പിടിച്ചത് LSD സ്റ്റാമ്പ് അല്ലെന്ന രാസപരിശോധനാ ഫലം വന്നതോടെയാണ് നിരപരാധിത്വം തെളിയിക്കപ്പെട്ടത്. ബന്ധുക്കളിൽ ഒരാളെയാണ് സംശയമെന്ന് ഷീല പറയുന്നു. ഇന്നലെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. ഇത് മയക്കമരുന്നല്ല, സാധാരണ ഒരു പേപ്പറാണ്. ഈ പേപ്പറിന് വേണ്ടിയിട്ടാണ് ഞാൻ 72 ദിവസം കിടന്നത്. ഒരു ബന്ധുവിൻ്റെ മേലെയാണ് സംശയം. നമ്മൾ തലേ ദിവസം ബന്ധു വീട്ടിലുണ്ടായി. പിന്നെ ആൾ ബാംഗ്ലൂരിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ആളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക്. ഇപ്പം ആ പിടിച്ചെങ്കിലും അറിയുള്ളൂ ഇത് എന്തിനു വേണ്ടിയാ ചെയ്തത്. വിവരം പോലീസിൽ വിളിച്ചു പറഞ്ഞയാൾക്കായാണ് ഇപ്പോൾ എക്സൈസിന്റെ തെരച്ചിൽ. ഇതിനിടെ കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റിയതായി എക്സൈസ് മന്ത്രി അറിയിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും MP രാജേഷ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, News 18.